Okay, students, അടുത്ത question ആണ്. A bag contains 7 white and 9 black balls. Three are drawn together. What is the probability that all are black? Second, all are white. Third, probability of one white and two black. Fourth, probability of two white and one black. അതായത് ഒരു ബാഗിൽ 7 വൈറ്റ് ബോളും അതേപോലെ 9 ബ്ലാക്ക് ബോളും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 3 ബോൾസ് എന്ത് ചെയ്യണം, ഡ്രോൺ ചെയ്യാണ്. അങ്ങനെ ആവുമ്പോൾ ആ 3 ബോൾസും ബ്ലാക്ക് ആവാനുള്ള ചാൻസ് എത്രയാ? അതാണ് ഓൾ ആർ ബ്ലാക്ക്. അതേപോലെ 3ഉം വൈറ്റ് ആവാനുള്ള ചാൻസ് എത്ര? ഓൾ ആർ വൈറ്റ്. ഓക്കെ. അതേപോലെ ഒരു വൈറ്റും 2 ബ്ലാക്കും ആവാനുള്ള ചാൻസ് എത്ര? 3 ബോൾ ആണല്ലോ നമ്മൾ എടുക്കുന്നത്, അതിൽ 1 വൈറ്റും 2 ബ്ലാക്കും ആവാനുള്ള ചാൻസ് എത്ര? അതേപോലെ 2 വൈറ്റും 1 ബ്ലാക്കും ആവാനുള്ള ചാൻസ് എത്ര? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ സെലക്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. 3 സെലക്ട് ചെയ്യാണ്, മൊത്തം ഉള്ളതിൽ 3 സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കോമ്പിനേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തത് ഓൾ ആർ ബ്ലാക്ക് അല്ലെ. ഓൾ ആർ ബ്ലാക്ക്, അതായത് പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ ബ്ലാക്ക്, എല്ലാതും ബ്ലാക്ക് ആവാനുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അതായത് ഓൾ ആർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കാം, ഇതിൽ ടോട്ടൽ എത്ര ബ്ലാക്ക് ബോൾ ആണുള്ളത്? 9 ബ്ലാക്ക് ബോൾ ആണുള്ളത്. 3 ബോളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ 3ഉം ബ്ലാക്ക് ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കോമ്പിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എത്ര ബ്ലാക്ക് ബോൾ ആണ്? NCR, നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ NCR ഡിവൈഡ് ബൈ NCR ആണ് വരിക. മേലത്തെ NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ നമ്പർ ആണ്, താഴത്തെ NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ആണ്. അപ്പോ NCR മേലത്തെ പറയുമ്പോൾ ബ്ലാക്ക് ബോൾ 9 എണ്ണാണോ അല്ലെ? അപ്പോ 9C, അതിൽ എത്ര എണ്ണം സെലക്ട് ചെയ്യുന്നത്? 3 എണ്ണാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ആ ബോക്സിൽ മൊത്തമായിട്ട്, ആ ബാഗിൽ മൊത്തമായിട്ട് എത്ര ബോൾ ആണുള്ളത്? 16 ബോൾ അല്ലെ. 9ഉം അതേപോലെ 7 വൈറ്റും 9 ബ്ലാക്കും ആണ്. അപ്പൊ ടോട്ടല് എത്രയാ? 16 ബോൾ ആണുള്ളത്. അപ്പോ 16C3. ഓക്കെ. അപ്പോ 9C3 ഡിവൈഡ് ബൈ 16C3 ആണ് വരിക. അപ്പോ 9C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 84 അല്ലെ, ഡിവൈഡ് ബൈ 16C3. 16C3 എന്ന് പറയുമ്പോൾ 560 ആണ് വരിക. ഓക്കെ. അപ്പോൾ 560 ഞാൻ പറഞ്ഞിരുന്നു, എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ, സയന്റിഫിക്കിന്റെ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് 9C3 കോമ്പിനേഷന്റെ ബട്ടൺ ഉണ്ട്, അതിൽ 9 അടിക്കുക, കോമ്പിനേഷന്റെ ബട്ടൺ അടിക്കുക, 3 അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഡയറക്റ്റ് ആയിട്ട് ആൻസർ. ഓക്കെ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 9C3 ആകുമ്പോൾ 9 × 8 × 7 ഡിവൈഡ് ബൈ 3 × 2 × 1 അങ്ങനെ ചെയ്താലും നമുക്ക് 84 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 84 ഡിവൈഡ് ബൈ 560, അതായത് ഇതിനെ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞാൽ എത്രയാ? 3/20 കിട്ടും. ഓക്കെ. ഇനി നമ്മൾ അടുത്തതാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ ആർ വൈറ്റ് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് ഓൾ ആർ വൈറ്റ്. ഓൾ ഓർ വൈറ്റ്. ഓക്കെ. എല്ലാതും വൈറ്റ് ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ എല്ലാതും വൈറ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയാം, 3 ബോളാണ്, ആ 3ഉം വൈറ്റ് ആവാനുള്ള ചാൻസ് ആണ്. ഇവിടെ ടോട്ടൽ എത്ര വൈറ്റ് ഉള്ളത്? 7 വൈറ്റ് ആണ് ഉള്ളത് അല്ലെ. അപ്പോൾ ഫേവറബിൾ നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അതിൽ 3 എണ്ണമാണ് എടുക്കുന്നത്, 3 വൈറ്റ് ആണ് എടുക്കുന്നത്. ഓൾ ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ബോൾ ഉള്ളത്? 16 ആണ് അല്ലെ. 16C3. ഓക്കെ. അതായത് 7C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ആണ് വരിക. 35 ഡിവൈഡ് ബൈ 16C3 എന്ന് പറഞ്ഞാൽ 560 അല്ലെ. അതായത് ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1/16. ഓക്കെ. അപ്പോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടി. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എന്താണ്? 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക് ആണ് അല്ലെ. അപ്പോൾ നമ്മൾ എഴുതാം, പ്രോബിലിറ്റി ഓഫ് 1 വൈറ്റ് ആൻഡ്
ആൻഡ് 2 ബ്ലാക്ക് അല്ലേ? 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം മേലെ ഫേവറബിൾ നമ്പർ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു വൈറ്റും 2 ബ്ലാക്ക് ആണ് എടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ടോട്ടൽ എത്രയുള്ളത്? 7 ആണുള്ളത് അല്ലെ? അതിൽ ഒരു വൈറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ 7C1 ഇൻറ്റു അതേപോലെ തന്നെ ബ്ലാക്ക് രണ്ടെണ്ണമാണ് എടുക്കുന്നത്. ടോട്ടൽ ബ്ലാക്ക് എത്രയാണ്? 9 ആണ് അല്ലെ? 9C2. ഇനി ഓൾ ഡിവൈഡ് ബൈ 16C3 ആണ് വരിക. ഓക്കെ, അപ്പോ 7C1 ഇൻറ്റു 9C2 ഡിവൈഡ് ബൈ 16C3 എന്നാണ് വരിക. അപ്പോ എന്ത് ചെയ്യാം? ഇവിടെ 7C1 പറഞ്ഞാൽ 7 ആണ് വരിക. 9C2 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവ തമ്മിൽ ഇൻറ്റു ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 252 ആണ് വരിക. 252 ഡിവൈഡ് ബൈ 16C3 പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? 560. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്? 252 ഡിവൈഡ് ബൈ 560, അതായത് 9 ഡിവൈഡ് ബൈ 20. ഓക്കെ, 9 ഡിവൈഡ് ബൈ 20 ചെറുതാക്കി കഴിഞ്ഞാൽ 9/20 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതാണ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ലെ? നമ്മൾ അടുത്തതാണ് ചെയ്യാൻ, ഞാനിവിടെ മായ്ക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക്. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക് ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 2 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക്, 2 വൈറ്റും 1 ബ്ലാക്കും. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യാം? രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ടാണ് കാണിക്കുക. ടോട്ടൽ വൈറ്റ് ബോൾ 7 ആണ്. 7C2 ഇൻറ്റു അതുപോലെ ബ്ലാക്ക് ബോൾ ടോട്ടൽ 9 ആണ്. 9C1 ഓൾ ഡിവൈഡ് ബൈ 16C3. ഓക്കെ, 3 ബോളാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 7C2 ഇൻറ്റു 9C1 ഡിവൈഡ് ബൈ 16C3, അതായത് ഇവ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ട് കിട്ടുക 189 ഡിവൈഡ് ബൈ 560 ആയിരിക്കും. ഓക്കെ, 560, അതായത് ചെറുതാക്കി കഴിഞ്ഞാൽ 27 ഡിവൈഡ് ബൈ 80. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും ഉണ്ട്. അതിൽ നിന്ന് 3 സെലക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ്. കോമ്പിനേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.